എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം. എനിവേ, ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്കിങ്ങനെ കൂടുവാനിടയായുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എനിക്കിന്ന് പ്രത്യേകിച്ച് സന്തോഷം കൂടുതലായിട്ടുണ്ട്. മേരി ജോർജ് കാക്കനാട് നിന്ന് നിങ്ങൾ ഓൾറെഡി സംസാരിച്ച് കാണുമല്ലേ, പരിചയപ്പെട്ട് കാണുമല്ലേ? പരിചയപ്പെട്ടു. ഓക്കെ, താങ്ക് യു. എൻ്റെ ബന്ധം എന്ന് പറയുന്നത് ബേബിയുടെ പിതാവ് CJ ജോർജ് എന്ന് പറയും. ഞങ്ങൾ എഴുമറ്റൂർ സഭയിലെ എൽഡറായിരുന്നു. എൻ്റെ ആത്മീയ ഗുരുനാഥനാണ്. എനിക്ക് 10 വയസ്സിന് ശേഷം വേദോത്സവം വായിക്കുമ്പോൾ സംശയമുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നത് ജോറൂട്ടിച്ചായൻ എന്നാ. പിന്നെ നാട്ടുകാരെ വിളിക്കുന്നത് ജോർജ് സാർ എന്നാ. ജോറൂട്ടിച്ചായനെ കാണാൻ നോക്കിയിരിക്കും വ്യാഴാഴ്ച യോഗത്തിന് വരാൻ. അങ്ങനെ സംശയങ്ങൾ ചോദിച്ച് പറഞ്ഞ് എൻ്റെ ആത്മീയമായിട്ടുള്ള വേദപഠനത്തിന് തറപാകിയത് CJ ജോറൂട്ടിച്ചായനാണ്. പിന്നെ നാട്ടുകാർക്കും സഭക്കാർക്കും യാതൊരു ന്യൂനതയും പറയാൻ ആരും പെർഫെക്റ്റ് ഇല്ലല്ലോ, എന്നാൽ ഒരു ന്യൂനതയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ ഉത്തമനായ ഒരു പിതാവായിരുന്നു. അതുപോലെ തന്നെ മേരി ജോർജിൻ്റെ മാതാവ് കൊച്ചമ്മ എന്ന് ഞാൻ പറയും. എഴുമറ്റൂര് ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാവുന്നു, എന്നെ പഠിപ്പിച്ചതുമാണ്. അങ്ങനെ 2 ബന്ധമാണുള്ളത്. വളരെ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏറ്റവും അന്യോന്യം സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾ ദേവിയെ നേരിട്ട് കണ്ടതായിട്ട് ഓർമ്മയില്ലെങ്കിലും ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തതിന് വളരെ നന്ദി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്നാണ് പഠിച്ചത്. അത് മുഴുവൻ നമ്മൾ ചർച്ച ചെയ്തില്ല, പകുതിയെ ചർച്ച ചെയ്തുള്ളൂ. ഇന്ന് ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അതുകൊണ്ട് ആ 5-ാം അധ്യായം വായിക്കുക, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ദൈവം നമ്മുടെ സ്റ്റഡിയെ പഠനത്തെ സഹായിക്കട്ടെ. 5-ാം അധ്യായം. ഓക്കെ. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000-1000-ഉമായിരുന്നു. അവർ അത്യുച്ചത്തിൽ, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറയും. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തതുപോലെ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. സിംഹാസനത്തിലിരിക്കുന്ന ആരാണ്? ദൈവം, പിതാവായ ദൈവമാണ് ഇരിക്കുന്നത്. ആ സിംഹാസനത്തിൻ്റെ കയ്യിലിരിക്കുന്ന ദൈവം, ഇത് ശക്തനായ ഒരു ദൂതൻ വന്ന് ഈ പുസ്തകം വാങ്ങുവാൻ പൊട്ടിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് അത്യുച്ചത്തിൽ ഘോഷിച്ചപ്പോൾ
ആരെയും കാണാതെ കൊണ്ട് യോഹന്നാന് ഏറ്റവും കരഞ്ഞതായിട്ട് കാണുന്നു, വിലപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യോഹന്നാൻ അറിയായിരുന്നു എന്താണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോഴാണ് ഒരു മൂപ്പൻ എന്ന് പറയുന്നത്, ഭയപ്പെടേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വീരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായിരിക്കുന്നു എന്നോട് ഘോഷിക്കുന്നത്. അന്നേരം അതിനുശേഷം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു, അറക്കപ്പെട്ട കുഞ്ഞാടവിടെ വന്ന് പുസ്തകം വാങ്ങുകയും തുറക്കുകയും ചെയ്തു. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഈ പുസ്തകം എന്തുവാണ് ഈ പുസ്തകത്തിലെ കാര്യം എന്നാ യോഹന്നാന് മനസ്സിലായത്? കഴിഞ്ഞ ആഴ്ച ചർച്ചയിൽ വന്ന പുസ്തകത്തിലെ ഇതിന്റെ സംഗ്രഹം എന്നതാ, കണ്ടന്റ് എന്നതാ? വീണ്ടെടുപ്പിന്റെ പുസ്തകം, വീണ്ടെടുക്കപ്പെട്ടവരുടെ പേര്. താങ്ക് യു. അപ്പം അതിന്റെ പ്രധാന ഒരു സംഗതി എന്ന് പറഞ്ഞാല്, ഈ വാങ്ങിയ അതേ നിമിഷം തന്നെ 4 ജീവികളും 24 മുപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ വീണു. അപ്പം വിശുദ്ധന്മാരുടെ ധൂപവർഗം എന്തുവാണ്? കഴിഞ്ഞ ആഴ്ച അത് എന്തോ? അപ്പം നിങ്ങളെ സൗകര്യമാർ എത്ര വർഷമായി പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട്? 15 കൊല്ലമായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം ഉണ്ട് ഇതിന്റെ ഈ 17 വർഷമായി തുടങ്ങി. അപ്പൊ 17 വർഷമായിട്ടുള്ള ലോകത്തിലെ വിശുദ്ധന്മാരും വിശുദ്ധമതികളും എല്ലാവരുടെയും പ്രാർത്ഥന അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. നമുക്ക് ഈ അനുഗ്രഹത്തിന് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ സ്നേഹിക്കുന്ന യേശുക്രിസ്തു നമ്മൾ യേശുക്രിസ്തു ആയതുകൊണ്ട് ചിലർക്കൊരു ധാരണയുണ്ട്, ഈ സാന്താക്ലോസ് പോലെ നമുക്ക് രോഗം സുഖമാകാനും പിന്നെ ജോലി കിട്ടാനും വീട്, അതും ആവശ്യമാണ്, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ കർത്താവുമായിട്ട് ആ സംസർഗത്തിൽ ഇരിക്കുന്ന ആ സ്നേഹബന്ധമാണ്, അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സംഭവം, ഈ പുസ്തകം വാങ്ങുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ കുരിശുമരണത്തിന് ശേഷം ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ്. ഇവിടെ ഈ പുസ്തകം വാങ്ങുക, നമ്മുടെ വീണ്ടെടുപ്പിന്റെ അതിന് ഈ നാട്ടിലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തീറാധാരം എന്ന് പറയും. വസ്തു നമ്മൾ വീട് വാങ്ങുമ്പോഴൊക്കെ, ഇവിടെ എന്തുവാ നമ്മൾ വീട് വാങ്ങുമ്പം ഇവിടുത്തെ ഡോക്യുമെന്റിൽ എന്തുവാ പറയുന്നത്? ടൈറ്റിൽ, ഡീഡ് ഓഫ് ട്രസ്റ്റ്. ടൈറ്റിൽ. അപ്പം ഇത് ഇപ്പം യേശു ക്രിസ്തു ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഡീഡ് ഓഫ് ട്രസ്റ്റ്. അപ്പൊ ഇത് ആരുടെ കയ്യിലായിരുന്നു? ഈ പ്രപഞ്ചം ആരുടെ കയ്യിലായിരുന്നു? അതുവരെ ആരുടെ കയ്യിലായിരുന്നു? സാത്താൻ. അതെങ്ങനെ എന്നായത്? സാത്താന്റെ കയ്യിൽ എന്നായത്? ആദാം പാപം ചെയ്തപ്പോൾ ഈ ടൈറ്റില്, ഈ ഭൂമിയുടെ ടൈറ്റില് ട്രാൻസ്ഫേർഡ് ആയി, സാത്താന്റെ കയ്യിലായി. ഈ പ്രപഞ്ചത്തിന്റെ അധിപതി സാത്താനായി തീർന്നു. അതുകൊണ്ട് അത് വീണ്ടെടുത്ത് കാൽവരി ക്രൂശിലെ മരണത്തിലാണ് അത് വീണ്ടെടുത്തിരിക്കുന്നത്. സ്വർഗത്തിൽ ലക്ഷം കൊടാനുകൂടി വിശുദ്ധന്മാരുണ്ട്. ചിലർക്കൊരു ധാരണയുണ്ട് സ്വർഗത്തിൽ അധികം പേരില്ല. കുഞ്ഞുങ്ങൾ തന്നെ എത്ര പേര് കാണും? ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ചരിത്രം ശരിക്കും പഠിച്ചാൽ 1973 അമേരിക്കയില് അബോർഷന് അനുവദിച്ചത്. അതിനുശേഷം ഇപ്പം ഇതിനോടകം 2024 അകം 65 മില്യൺ കുഞ്ഞുങ്ങളെ അബോർഷൻ മൂലം തന്നെ കൊന്നിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ലോകം മുഴുവൻ അറിയാം, ഈ കുഞ്ഞുങ്ങൾക്ക് രോഗം വന്ന് കുഞ്ഞുങ്ങൾ മരിക്കും. അപ്പം നമ്മളറിയാം കുഞ്ഞുങ്ങൾ എല്ലാവരും ആ സ്വർഗത്തിലായിരിക്കും. അങ്ങനെ സ്വർഗത്തിൽ ധാരാളം ആൾക്കാരുണ്ട്. സ്വർഗം ശൂന്യമല്ല, നരകത്തിലുള്ളതിനേക്കാൾ കൂടുതൽ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കോടാനുകോടി ദൂതന്മാരും അവിടെ ഉണ്ട്. അപ്പോൾ അവൾ പാടുന്നത് എന്തുവാണ്? വീണ്ടെടുപ്പിന്റെ ഗാനമാണ് അവിടെ അവർ പാടിയത്. നമ്മളിപ്പോൾ വായിച്ചതാണല്ലോ. അപ്പം പിന്നെ കാണുന്നത് മറ്റൊരു ഗ്രൂപ്പിനെ അവിടെ കാണാം. അത് കോടാനുകോടി ദൂതന്മാരുണ്ട്. ദൂതന്മാർ പലയിടത്തും പാടുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇയ്യോബ് 38:6 വായിച്ചാല് ദയവ് ചെയ്ത്, ഇയ്യോബിന്റെ പുസ്തകം ജോബ് 38:6. 38:6. ഓക്കെ. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അത് അവിടെ ഒരു പ്രസ്താവനയാണ്. കാണുമ്പം ഈ ഭൂമി പ്രപഞ്ചം സൃഷ്ടിച്ചപ്പം ദൈവദൂതന്മാരെ, പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ദൈവദൂതന്മാരെ ഉദ്ദേശിച്ചാണ് അവർ പാടി സന്തോഷിച്ചായിട്ട് കാണുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാർ ഘോഷിച്ചു ഉല്ലസിച്ചു. എന്നാൽ അതിനുശേഷം ഈ ഗാനം എന്നേക്കുമായിട്ട് നിലച്ചു. അത് എന്നാ നിലച്ചെന്നറിയാമോ?
ദൂതന്മാർ പാടാതിരിക്കുന്നത്? ഭൂമിയിൽ പാപം പ്രവേശിക്കുകയും ആ മനോഹര സൃഷ്ടിയെ കളങ്കപ്പെടുത്തുകയും ചെയ്ത ഭൂമിയിൽ പാപം പ്രവേശിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ദൂതന്മാർ പാടുന്നതായിട്ട് നാം വായിക്കുന്നില്ല. വേദോസ്തത്തിൽ ഒരിടത്തും പിന്നെ പുതിയ നിയമത്തിൽ കാണുന്നില്ല. യേശുവിന്റെ ജനനത്തിങ്കിൽ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായി അത് ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 2:14 ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 2:14. ലൂക്കോസ് 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ ദൂതന്മാരവിടെ വന്ന് അവര് പാട്ടുപാടുകയല്ല, അവര് അത് ദൈവത്തിന് അവിടെ മഹത്വം കൊടുക്കുകയാണ്, പാടുന്നതല്ല. അപ്പം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് പാടുന്നത്. ദൂതന്മാർ വീണ്ടെടുക്കപ്പെട്ടവരാണോ ബൈ ദ വേ? അവര് വീണ്ടെടുക്കപ്പെട്ടവരല്ല, ആണോ? അല്ല. അവർക്ക് വീണ്ടെടുപ്പിനെ കുറിച്ച് അറിയാമോ? ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു എന്ന് ഒരു വാക്യമുണ്ടല്ലോ. കുനിഞ്ഞു നോക്കുന്നത് നമ്മളെ ഇത് ഭൂമിയിലെ ഇതിന് ദൈവത്തിന്റെ ആ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ അറിയാൻ വേണ്ടി നോക്കുന്നതാണ്. പക്ഷേ ദൂതന്മാര് വീണ്ടെടുക്കപ്പെട്ടവല്ല, അവർ വീണിട്ടില്ല. നമുക്കാണ് ക്രൂശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളാണ് വീണത്. ഈ ദൂതന്മാരെ സൃഷ്ടിച്ചപ്പം മുതലേ അവര് വിശുദ്ധന്മാരാണ്. ഫോളൻ ഏഞ്ചൽസ് ഉണ്ട്, അവര് എന്നേക്ക് നിത്യ നരകത്തിലാണ്, ലേക്ക് ഓഫ് ഫയറിലാണ് അവർ പോകുന്നത്. അവർക്ക് വീണ്ടെടുപ്പേ ഇല്ല. അതിന് ഒരു പൊട്ടൻഷ്യലും യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ദൂതന്മാര് വീണ്ടെടുക്കപ്പെട്ടവരല്ല. വീണ്ടെടുപ്പിന്റെ കാനം ഇവിടെ 5-ാം അധ്യായത്തിൽ അവിടെ കണ്ടതിന് ശേഷം, അതിന് ശേഷമാണ് ദൂതന്മാര് അവിടെ മഹത്വം കൊടുക്കുന്നത് അവിടെ കാണുന്നത്. അവിടെ ഈ വീണ്ടെടുപ്പിന്റെ ഈ വീണ്ടെടുപ്പിന് വേണ്ടി, മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ്, നമ്മുടെ എന്നും ജീവിതത്തിലെല്ലാം, നമ്മുടെ ഈ ചെറിയ ജീവിതത്തില് കോടാനുകോടി വർഷങ്ങൾ നമ്മൾ നിത്യത നോക്കുമ്പോൾ നമ്മുടെ ജീവിതം 1 സെക്കൻഡ് പോലുള്ള ഇത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഞരങ്ങിക്കൊണ്ട് ക്രിസ്തുവിന്റെ കൂടെ പോകാനിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷം ഈ ഏദൻ തോട്ടത്തിൽ പാപം വന്നപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ, സർവ്വ കടാഹങ്ങളും, പ്രപഞ്ച കടാഹങ്ങൾ മുഴുവൻ ആസപ്പതിച്ചു പോയി, വീണുപോയി. അതാണ് റോമാലേഖനം 8:19-22 വരെ ഒന്ന് വായിച്ചാട്ടെ. 8:19-22. എട്ടാം അധ്യായത്തിന്റെ 19 മുതൽ 22. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. താങ്ക് യു. ഇത് ഇവിടെ ഈ 4 കൊല്ലത്തിന് മുമ്പ് റെയ്മൻ ജോൺസന് 57 വീഡിയോ നടത്തിയപ്പോൾ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ ദൈവം വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് ഞാൻ അവിടെ ഒരു പ്രസ്താവന, അവിടെ ഒരു ക്ലാസ് എടുത്തായിരുന്നു. അതില് അറ്റൻഡ് ചെയ്ത 2 പേരുണ്ട് ഈ ഗ്രൂപ്പിൽ, അന്നമ്മയും കുഞ്ഞുമോളും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തോ ഇതിന്റെ ഈ വായിച്ച ആ ഭാഗത്തെ കുറിച്ച് എന്തോ അന്ന് നിങ്ങൾക്ക് ഒരു സംക്ഷിപ്തമായിട്ട് പറയാൻ എന്തോ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന്? ആർക്കെങ്കിലും എന്നതാ ഇത്? ഈ സൃഷ്ടി ഞാൻ മുമ്പേ പ്രസ്താവിച്ചതുപോലെ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ തന്നെയല്ല, മുള്ളും പറക്കാരെയും വന്നു പറഞ്ഞാൽ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ കോടാനുകോടി, ലക്ഷം കോടി സൗരയൂഥങ്ങളുണ്ട്, ഗാലക്സീസ് ഉണ്ട്. അതെല്ലാം ഇപ്പം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവര് പ്രത്യേകിച്ച് അതിന്റെ ഈ ശബ്ദങ്ങള്, ഈ പുതിയ ടെക്നോളജി ഉണ്ടല്ലോ, ശബ്ദങ്ങൾ പിടിച്ചെടുക്കുമ്പം എപ്പോഴും ശോകമുഖമായ ഒരു ഞരക്കത്തിന്റെ, കരഞ്ഞ
കരച്ചിലിന്റെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്, സന്തോഷത്തിന്റെ അല്ല അവിടെ റെക്കോർഡ് ചെയ്യുമ്പം. അപ്പൊ ഈ സർവ പ്രപഞ്ചവും നമ്മുടെ വീണ്ടെടുപ്പിന്റെ, മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആ പ്രപഞ്ചത്തിനറിയാം നമ്മുടെ രക്ഷ കഴിഞ്ഞ് അവർക്ക് അടുത്തതായിട്ട് അവർക്ക് രക്ഷ വരുമെന്നുള്ളത്. അതിന് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്ഷ കഴിയുമ്പം ആ എല്ലാ സൃഷ്ടിയും എല്ലാ അന്ന് ആ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ആ വീഡിയോ വേണേ ഞാൻ ഇതിൽ ഇടാം. എത്ര പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രപഞ്ചത്തിൽ കണ്ടുപിടിച്ച ഏറ്റവും വലിയ 2 നക്ഷത്രങ്ങളുടെ പേരും അതിന്റെ വിസ്തീർണമൊക്കെ ഞാൻ അന്ന് പ്രസ്താവിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിടുതലിന് വേണ്ടിയിട്ടാണ്. ആ സകല പ്രപഞ്ചവും നമ്മളിരിക്കുന്ന 2 Corinthians 5:1 മുതൽ 9 വരെ ഒന്ന് വാക്യം നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ള ഇതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. ഇത് പ്രപഞ്ചത്തിന്റെ, ഇത് നമ്മളോട് ബന്ധപ്പെട്ട 2 Corinthians 5:1 മുതൽ 9 വരെയോ? അതെ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിനു മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അപ്പൊ ശരീരം വിട്ടാലും നമ്മൾ ജീവിച്ചാലും നമ്മളെ അൾട്ടിമേറ്റ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഞരങ്ങിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ പാർക്കുന്നത്. ഈ കൂടാരം നമ്മൾ ഈ 100 വയസ്സ് വരെ നമ്മുടെ ജീവിതത്തിൽ എത്ര പേര് കാണും? വളരെ ചുരുക്കം പേരേ ഉള്ളൂ. നമ്മളെല്ലാവരും 70, 80, 90, 95, ചിലർ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഇത് ഞരങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് ആ കർത്താവായ യേശുക്രിസ്തുവോട് ചേരാൻ വേണ്ടിയിട്ട്. അന്ന് നമ്മുടെ ആ ചേർച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രപഞ്ച ഘടകം എല്ലാം കൂടെ അവരുടെ വിടുതലിന് വേണ്ടിയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം വാസയോഗ്യമാക്കി, എൻ്റെ അഭിപ്രായത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ പുതിയ ഭൂമി സൃഷ്ടിച്ചു കഴിയുമ്പോൾ അവിടെ ഇസ്രായേലിൽ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിച്ച ഇസ്രായേലും അവര് പെറ്റുപെരുകിക്കൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കും. അവരതിനുശേഷം പുതിയ ഭൂമിയിലുമായിരിക്കും. നമ്മൾ വിശ്വാസികൾ, പഴയ വിശ്വാസികളും പുതിയ വിശ്വാസികളും നമ്മൾ ദൂതന്മാരെ പോലെയാണ്. നമ്മൾ എന്നും നമ്മൾ അതേ നിലയിൽ യേശുക്രിസ്തുവോടെ ആയിരിക്കും. എന്നാൽ വേറൊരു ഗ്രൂപ്പ് ഉള്ളത്, പുതിയ ഭൂമിയിലുള്ളത്, അവർ പെറ്റുപെരുകിക്കൊണ്ടിരിക്കും. അത് ഈ ട്രിബുലേഷൻ പീരീഡിൽ രക്ഷപ്പെട്ട ആൾക്കാര്, ജീവിച്ചിരിക്കുന്ന ആൾക്കാർ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിച്ച് അവര് സന്താന പുഷ്ടിയുള്ളവരായിട്ട് വളർന്നിട്ട് പിന്നെ പുതിയ ഈ ഭൂമി കത്തിയെരിഞ്ഞ് കഴിഞ്ഞിട്ട് പുതിയ ഭൂമി സൃഷ്ടിക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് മാറ്റുമ്പോൾ അവിടെയും ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അവിടെ ആ ഭൂമി അനന്തമില്ലെന്ന് വിചാരിച്ചോണം. ഒരിക്കലും ഒരു എന്തില്ലാത്ത ഒരിതാണ്. അങ്ങനെ വരുമ്പം ഈ ഭൂമി ഒരിക്കൽ നിറയെ, ഇതിപ്പം ഞാൻ ഈ പറയുന്ന ഡോക്ടറൊന്നുമല്ല കേട്ടോ, എൻ്റെ ഒരു ഇവാലുവേഷനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ലോജിക്കൽ അസസ്മെന്റ്. അത് അലക്സാണ്ടറിനും പറഞ്ഞ് അത് കേട്ടപ്പം പറഞ്ഞ് അത് ലോജിക്കൽ എൻ്റെ ഇവാലുവേഷൻ ആണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ദൈവം ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പം മാഴ്സില് കുഴപ്പമില്ല, ചില ജീവനുണ്ടെന്ന് കണ്ടുപിടിച്ചെന്ന് പറയുന്നു. മാഴ്സിലേക്ക് അടുത്ത് എലാൻ മസ്ക് റോക്കറ്റ് വിടാൻ പോവുകയാണ്. അതുപോലെ കഴിഞ്ഞ 3-4 വർഷത്തിന് മുമ്പ് ഭൂമിയെക്കാളും വലിയ അതുപോലുള്ള ഒരു ഗ്രഹം കണ്ടുപിടിച്ചു. ഏകദേശം ഭൂമി പോലുള്ള ഇതാണ്, ജീവനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിവേ, എങ്ങനെയാണെങ്കിലും ഈ ജൂപ്പിറ്ററും ഈ ഗ്രഹങ്ങളെല്ലാം വാസയോഗ്യമായി തീർന്നാൽ, ഭൂമി ഒരിക്കൽ നിറയുകയാണെങ്കിൽ ഈ മറ്റ് ഗ്രഹങ്ങളിലേക്കും മാറ്റി പാർപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതെന്റെ ഒരു അനുമാനം ഒരു മാത്രമേ ഉള്ളൂ. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സൗരയൂഥത്തിലെ ഒരു ഗ്രഹമാണ്. ഈ 1300 ഭൂമി ജൂപ്പിറ്ററിന്റെ അകത്തെടുത്ത് വെക്കാം. 1300. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പം തന്നെ ലോകത്തിലെ ഈ ഭൂമിയിലെ ജനസംഖ്യ 8 ബില്യനാ. 8 ബില്യൺ. അങ്ങനെ വരുമ്പോൾ ഇപ്പം
ഈ പുതിയ ഭൂമി വരുമ്പം തന്നെ അവിടെ ഈ പുതിയ ഭൂമി വരുമ്പം ഇപ്പോഴത്തെ ഭൂമിയുടെ 75% കടലാണ്, വെള്ളമാണ്. അപ്പം പിന്നെ ബാക്കിയുള്ള ഈ ഡെസേർട്ട്, പിന്നെ ഇത് ഈ അലാസ്ക, ആർട്ടിക്, അന്റാർട്ടിക്ക ഇങ്ങനെയുള്ള ജനവാസയോഗ്യമല്ലല്ലോ. അപ്പം ജനവാസയോഗ്യമുള്ളത് കുറച്ച് മാത്രമാണ്. ഈ ഭൂമി തന്നെ ആണെങ്കിൽ ഇത് കടലും ഇല്ലെങ്കിൽ, ആർട്ടിക്, അന്റാർട്ടിക്ക പിന്നെ മരുഭൂമികളൊന്നും ഇല്ലെങ്കിൽ തന്നെ എത്ര കോടി ആൾക്കാർക്ക് 8 ബില്യനുമായിട്ട് എത്ര ബില്യൺ വേണേലും ഇതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റും. എന്നാൽ ഒരു സമയത്ത് ഇത് നിറയാണെങ്കിൽ, ലക്ഷം കോടി വർഷങ്ങൾ കഴിഞ്ഞ് നിറയാണെങ്കിൽ ജൂപ്പിറ്ററിലോട്ടോ മറ്റേക്കോ ഒക്കെ മാറ്റി പാർപ്പിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു അനുമാനം ഈ ഞാൻ പറഞ്ഞത് മാത്രമേ ഷെയർ ചെയ്തതേ ഉള്ളൂ, ചിന്താഗതി. അത് റോമാലേഖനം 8 വായിച്ച സൃഷ്ടികളെല്ലാം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ശേഷമാണ് അവളുടെ വീണ്ടെടുപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഞരങ്ങിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം മൂപ്പന്മാർ അവർ ഇവിടെ കാണുന്നത് നേരിട്ട് മൂപ്പന്മാരും പാടുന്നുണ്ട്, കുഞ്ഞാടിനോട് പാടുകയാണ്. വീണ്ടെടുക്കപ്പെട്ട ഗാനമാണ്. ദൂതന്മാർ എന്നാൽ ദൈവത്തിന്റെ മഹത്വമാണ് അവിടെ പ്രസ്താവിക്കുന്നത്. ഇതാണ് ഈ 5-ാം അധ്യായത്തില്. ഇത്രയും വരെയാണ് എനിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദൈവം അനുവദിച്ചാൽ പറ്റുന്ന ആഴ്ച 6-ാം അധ്യായം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇന്നിപ്പം ഇതിനോട് ഇപ്പൊ സമയം ധാരാളം ഉണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയെ കണ്ടിന്യൂ ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. അവിടെ പാടുന്ന ആ പാട്ടുകളെ കുറിച്ച് എന്തോ അവരുടെ ആ പാട്ടിന്റെ ഉദ്ദേശം എന്നുള്ളത് പറയാനറിയോ? ഒരു സെക്കൻഡ്, ഞാൻ കേട്ടില്ല, ഇടയ്ക്കൊരു ഇന്ററപ്ഷൻ വന്നു. അവിടെ പാടുന്ന ആ പാട്ടിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ കാതല് ആയിട്ടുള്ള എന്തോ ആ പാട്ടിന്റെ ഇതായിരിക്കുമോ കർത്താവ്? അവിടെ ഏതാ വാക്യത്തിലായിരുന്നു? 10-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പൊ ആ പുതിയ പാട്ടിന്റെ സംഗ്രഹമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ പാട്ടിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഈ പാട്ടില് നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പം സമ്മറി പറയുമല്ലോ. സമ്മറി പറയുന്നത് അതിന്റെ വ്യക്തം ചുരുക്കമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന 10-ാം വാക്യത്തില്. എന്നാൽ അതിനോട് പുതിയൊരു പാട്ട് പാടും. മോശയും കുഞ്ഞാടും പാടുന്ന ഒരു പാട്ട് ഇനി റെവലേഷൻ നമ്മൾ പാടുന്നുണ്ട്. മോശയും കുഞ്ഞാടും അവിടെ പാടുന്നുണ്ട്. എന്തുവാ ഈ പാടുന്നതെല്ലാം വീണ്ടെടുപ്പിന്റെ ഗാനമാണ്. പുതിയ പാട്ടാണ്, ഇതുവരെയും പാടാത്ത പാട്ടാണ്. അതുപോലെ നമുക്ക് പേര് മാറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പം അന്നമ്മയെന്നോ കുഞ്ഞുമോളെന്നോ ലാലിയെന്നോ ഒന്നും അല്ലായിരിക്കും പേര്, സണ്ണിയെന്നൊന്നും ആയിരിക്കില്ല. നമുക്കെല്ലാം പുതിയ പേര് കിട്ടും, പുതിയ പാട്ടായിരിക്കും നമ്മൾ പാടുന്നത്. അതെല്ലാം അനന്തമായിട്ടുള്ള, ഇപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ 5-10% ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ ബ്രെയിനുകളെല്ലാം തന്നെ. അപ്പം നമ്മൾ യേശുക്രിസ്തുവിനെ പോലെയും ദൂതന്മാരെ പോലെയും ആയിത്തീരുമ്പം അങ്ങനെ പാട്ട് എഴുതുന്നതിനും പഠിക്കുകയും ഇപ്പം തന്നെ പാട്ട് എഴുതുകയും ഒക്കെ ഇവിടെ തന്നെ മനുഷ്യർ നമ്മൾ എഴുതുന്നില്ലേ, പാട്ട് എഴുതുകയും. അതുപോലെ പുതിയ പാട്ടാണ് അവിടെ പാടുന്നത്. അതിന്റെ സംഗ്രഹമാണ് ഇവിടെ 10-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ യാഗമരണത്തെ കുറിച്ചുള്ള, യാഗമരണം മൂലം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ അതേക്കുറിച്ചുള്ള പാട്ടാണെന്ന് ഇങ്ങനെ അതാണല്ലോ നമ്മുടെ രക്ഷയുടെ മുഴുവൻ ബേസസ് എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു കൽവറി ക്രൂശിൽ മരിച്ചു, രക്തം ചീന്തി, പിതാവായ ദൈവം പുത്രനെ തന്ന ആ സ്നേഹത്തെ കുറിച്ച് ആ സ്നേഹം ആർക്കെങ്കിലും വർണ്ണിക്കാൻ ഒക്കുമെന്നാ ചോദിക്കുന്നത്. ആർക്കും നോ വൺ ക്യാൻ ഡിസ്ക്രൈബ് ഇറ്റ്. അപ്പൊ അവിടെ ചെല്ലുമ്പം നമ്മൾ പുതിയ പാട്ട് അതൊക്കെ അത് നമ്മുടെ ബേസിസ് അതാണ്. അപ്പൊ അവിടെ കുരിശ് മരണം കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകം വാങ്ങുന്നതാണ്. ടൈറ്റിൽ ഡീഡ് കിട്ടി തന്നെ നമ്മളിപ്പം തന്നെ വീട് എഴുതുമ്പം, പിന്നെ ഞങ്ങള് വീട് പല എഴുതി ഇവിടെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അവിടെ ടൈറ്റിലിന്റെ അവിടെ ഓപ്പോസിറ്റ് ചെല്ലുമ്പോൾ വീട് ക്ലോസ് ചെയ്യും. അപ്പൊ അതിന്റെ അടുത്തൊരു പൊസഷന്റെ ഒരു ഡേറ്റ് പറയും, എന്നാ പൊസസ് ചെയ്യുന്നത്. അത് സെല്ലറുടെ ഇതനുസരിച്ചാണ്, ഒരാഴ്ച കഴിഞ്ഞാണ്, ഒരു മാസം കഴിഞ്ഞാണ്. എന്നിട്ട് അത് കഴിയുമ്പോൾ ഇന്നടത്ത് കീ വാങ്ങിയിട്ട് ആ പൊസസ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്, അത് കൈവശമാക്കുക. അപ്പൊ യേശുക്രിസ്തു കാൽവറി ക്രൂശി മരിച്ചപ്പം സാത്താന്റെ കയ്യിൽ നിന്ന് അതിന്റെ തീറാഹാരം വാങ്ങിയെങ്കിലും ഇപ്പോഴും ഈ
ഇത് ട്രിബുലേഷൻ വരെ, മഹാഉദ്രകാലം വരെ ഈ ഭരിക്കുന്നത് സാത്താന്റെ കയ്യിലാണ്. റിയൽ പൊസഷൻ വരുന്നത് 1000 ആണ്ട് വാഴ്ച മുതലാണ്. ഇപ്പം വീണ്ടെടുത്തു, അതിന്റെ തീറാധാരമാണ് വാങ്ങിയിരിക്കുന്നത്. പുരുഷമരണത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ സംഭവമാണ് ഇവിടെ നമ്മൾ ഈ 5-ാം അധ്യായത്തിൽ കാണുന്നത്. കുഞ്ഞാട് അറക്കപ്പെട്ടു, അവനത് വാങ്ങാൻ യോഗ്യൻ എന്ന് അവിടെ പ്രസ്താവിച്ചു. അവിടെ ടൈറ്റിൽ ഡീഡ് യേശുക്രിസ്തുവിന്റെ കൈവശമായിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും സാത്താനാണ് പൊസഷൻ. ആ പൊസഷൻ നമുക്ക് വന്നിട്ടില്ല. പൊസഷൻ വരുന്നത് നമ്മുടെ അധീനതയിൽ വരുന്നത് മഹാപീഡനത്തിന്റെ അവസാനം യേശുക്രിസ്തു നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഇവിടെ വന്നിട്ട് 1000 ആണ്ട് വാഴ്ചയ്ക്ക് അന്ന് മുതലാണ് ഇതിന്റെ അധീനത വരുന്നത്. ഇപ്പോൾ നമുക്ക് ടൈറ്റിൽ ഡീഡ് മാത്രമേ ഉള്ളൂ. പുതിയ ആകാശം പുതിയ ഭൂമിയിലെയും കാര്യം പറഞ്ഞപ്പോഴ് അവിടെ പിന്നെ ഹാബിറ്റേഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യുമോ, അതോ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കാമോ? അവിടെ പിന്നെ എങ്ങനെ ആൾക്കാരെ പെറ്റുവരുന്നതോ? അതെ. അതെ. അപ്പൊ ഈ മഹാപീഡന സമയത്ത് ഒരു മൂന്നിലൊരു കൂട്ടര് യഹൂദന്മാരുണ്ടല്ലോ. യഹൂദന്മാരെ രക്ഷപ്പെടുമല്ലോ. യഹൂദന്മാർ രക്ഷപ്പെടും. അന്തിക്രിസ്തുവിന്റെ കയ്യിൽ കൊല്ലപ്പെടും മെജോറിറ്റി ആൾക്കാര്. രക്ഷപ്പെടുന്ന ആ യഹൂദന്മാരും അവരുടെ പിള്ളേരും പിന്നെ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്ത യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന കുറച്ച് പേര് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തു നമ്മളെല്ലാം കൂടെ വരുമ്പോൾ അവര് നേരിട്ട് ഇത് 1000 ആണ്ട് വാഴ്ച പ്രവേശിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവളുടെ നമ്മുടെ കൂട്ടുള്ള ഒരു തേജസ്കരണമല്ല. അവളുടെ തേജസ്കരണം വേറൊരു രീതിയിലാണ്. നമ്മുടെ തേജസ്കരണം എന്ന് പറയുന്നത് ഈ ദൂതന്മാരുടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പോലെയാണ്. അവളുടെ തേജസ്കരണം എന്ന് പറയുന്നത് ആദാമും ഹവ്വായും പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അതേ രീതിയിലേക്ക് വരും. അവർ പെറ്റുപെരുകും. അതേ സമയത്ത് രോഗമില്ല, ദീനമില്ല, മരണമില്ല. അപ്പൊ ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് മരണമില്ലായിരുന്നു, രോഗമില്ലായിരുന്നു, ദീനമില്ലായിരുന്നു. ആ അവസ്ഥയിലേക്ക് പോയി. ഇപ്പൊ ആ ആൾക്കാര് 1000 ആണ്ട് വാഴ്ച. ഇപ്പം തന്നെ ഞാൻ പണ്ടൊരിക്കല് ഈ ഒരു ചോദ്യം ചോദിച്ചില്ല, കണക്ക് ചോദിച്ചില്ല, നോഹയുടെ കാലത്ത് എത്ര ആൾക്കാരെ ഭൂമിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴേ. അതുപോലെ തന്നെ പ്യൂബർട്ടി വരുന്ന പെൺപിള്ളേർക്ക് 10, 13, 14 വയസ്സ് ഏകദേശമാണല്ലോ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ 1000 വർഷം കഴിയുമ്പോൾ എത്രായിരം പേരാണ് ഭൂമിയിൽ പുതിയ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയിൽ പെറ്റുപെരുകുന്നത്. പക്ഷെ അവർക്കൊരു ഇതുണ്ട്, ജനിക്കുന്ന ആൾക്കാർക്ക് യേശുക്രിസ്തുവിനെ രക്ഷമായിട്ട് സ്വീകരിക്കണം. അവർ ഓട്ടോമാറ്റിക്കലി വിശ്വാസികളാകുന്നില്ല. ഈ പ്രവേശിച്ചവര്, അവരുടെ മക്കൾ ജനിക്കുന്നവര് യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. എന്നാൽ വിശ്വസിക്കാത്ത ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അവിടാണ് ഈ ഇരുമ്പ് പോലും കൊണ്ട് ഭരിക്കുമെന്ന് പറയുന്നത്. യേശുക്രിസ്തു ഇരുമ്പ് കൊണ്ട് അവിടെ തന്നെ ജഡ്ജ്മെന്റ്, ശിക്ഷ അപ്പം തന്നെ ലഭിക്കും. പലരും കൊല്ലപ്പെടും. എന്നാല് രക്ഷിക്കപ്പെടുന്ന ആ മക്കള്, അവരുടെ പ്രവേശിച്ചവരുടെ മക്കള് ഇങ്ങനെ പെറ്റുപിരിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ഭൂമി 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഇത് കത്തി എരിയുമ്പം തൽക്കാലത്തേക്ക് ആൾക്കാരെ എല്ലാം വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് പുതിയ ഭൂമി സൃഷ്ടിച്ചപ്പോൾ അവരെ പുതിയ ഭൂമിയിലാക്കും. അവർ പിന്നെയും പെറ്റുപിരിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മളെന്ന് പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും യേശുക്രിസ്തുവിനെ പോലെ അല്ലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. തിരസ്കരിക്കപ്പെടും. അവിടെ വിവാഹത്തിന് കൊടുക്കുന്നില്ല. യാതൊരു ആ നിലയിലായിരിക്കും. രണ്ട് തരം തിരസ്കരണമാണുള്ളത്. 2 തരം വിശുദ്ധന്മാരാണ് 1000 ആണ്ട് വാഴ്ചയിലും പുതിയ ഭൂമിയിലും ഉള്ളത്. അത് പുതിയ ഭൂമിയിലും നിറഞ്ഞുകൊണ്ടിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട്. അതിന്റെ ഞാൻ വീഡിയോ ഇടാൻ ഞാൻ. Okay. That's a good question also. Yeah, that's a great answer. Thank you. Welcome. നിർത്തട്ടെ. Thank you very much. Okay. Welcome. Appreciate it. Thank you. Bye. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാം. ഞാനെന്നാ എന്റെ ലീവ് ചെയ്യുവാകട്ടെ. എനിക്ക് വെളിയിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ ലീവ് ചെയ്യുവാകട്ടോ. ഓക്കെ. ശരി. താങ്ക് യു. ബൈ. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനും വാക്കുമാറാത്തവനായ സ്വർഗീയ പിതാവേ, അവിടുന്ന് നൈലേറിയ അവസരത്തിന് അടുത്തിരുന്നാമത്തെ നന്ദിയോടെ സ്തോത്രത്തിന് കണ്ടാലും ലോകാവസാനത്തോളം ഞങ്ങളുടെ കൂടെ ചെയ്ത പിതാവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. അനേക മൂലം